ഹലോ നമസ്കാരം, ALG ഗാർഡനിങ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എൻ്റെ സമ്മർ ക്രോപ്സിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഡിസംബർ 29-ാം തീയതിയാണ് കേട്ടോ ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ചെടികളുടെയും വിത്തുകൾ ഞാൻ പാകിയത്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നെയ്ക്കുമ്പളത്തിൻ്റെയും പിന്നെ 4 ടൈപ്പ് വാട്ടർമെലൻ്റെയും തൈകളാണ്. ഇതെല്ലാം തന്നെ മാറ്റി നടാൻ പ്രായമായിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ മാറ്റി നടൂ കേട്ടോ. ഈ ഒരു സീഡ്ലിംഗ് ട്രേയിൽ കുറച്ച് പച്ചമുളകും പിന്നെ വഴുതനങ്ങയുടെ ചെടികളുമാണ് കേട്ടോ നട്ടിരിക്കുന്നത്. 3 വഴുതനങ്ങയുടെ വെറൈറ്റീസും സിറായി എന്ന് പറയുന്ന പച്ചമുളകിൻ്റെ വെറൈറ്റിയുമാണ് കേട്ടോ നട്ടിരിക്കുന്നത്. പിന്നെ ഇത് അറ്റോമിക് ഗ്രേപ്സ് ടൊമാറ്റോയുടെ തൈകളാണ്. ഇവിടെ ഉണ്ടായ അറ്റോമിക് ഗ്രേപ്സ് ടൊമാറ്റോയുടെ വിത്തുകൾ എടുത്ത് പാകി മുളപ്പിച്ചതാണ് കേട്ടോ. ഇത് കുറ്റിപ്പയറിൻ്റെ തൈകളാണ്. 3 ഗ്രോ ബാഗിലായിട്ടാണ് ഞാൻ കുറ്റിപ്പയർ നട്ടിരുന്നത്. അതിൽ ചെറുതായിട്ട് വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ക്രീപ്പർ നെറ്റിലേക്ക് പടർത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇതങ്ങനെ അധികം പൊക്കമൊന്നും വെച്ച് പോകുന്ന കുറ്റിപ്പയറിൻ്റെ വെറൈറ്റി അല്ല. ഈ ഒരു വെറൈറ്റി ഞാൻ കഴിഞ്ഞ വർഷവും നട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പയറുണ്ടായി കിട്ടിയിരുന്നു കേട്ടോ. 3 ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ളൂ കേട്ടോ പയർ. പിന്നെ ഇത് മെലൺസിൻ്റെ ചെടികളാണ്. 2 ടൈപ്പ് മസ്ക് മെലൻ്റെ ചെടികളാണ് കേട്ടോ അത്. പിന്നെ ഈ അറ്റത്തിരിക്കുന്ന കണ്ടെയ്നറിൽ കാണുന്നത് വാട്ടർമെലൻ്റെ തൈയാണ്. ഷുഗർ ബേബി എന്ന് പറയുന്നൊരു വാട്ടർമെലൺ, കുഞ്ഞു വാട്ടർമെലൺ ആയിരിക്കും, അധികം സൈസ് ഒന്നും വെക്കില്ല. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നതും മെലൺസ് തന്നെയാണ് കേട്ടോ. കാനറി മെലൺ, മസ്ക് മെലൺ, കജാരി മെലൺ, സ്നാപ്പ് മെലൺ ഇതെല്ലാം ഉണ്ട്. ഹണിഡ്യൂ മെലൺ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പീച്ചിങ്ങ, ഒരു പാവയ്ക്ക. പീച്ചിങ്ങയുടെ ചെടി നന്നായി പൊക്കം വെച്ച് പോയിട്ടുണ്ട് കേട്ടോ. പീച്ചിങ്ങ ഇതിനു മുൻപ് ഞാൻ വളർത്താൻ നോക്കിയിട്ട് സക്സസ്ഫുൾ ആയിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യം നോക്കാം എന്താകുമെന്ന്. പിന്നെ ദേ ഇത് പാവയ്ക്കയുടെ തൈയാണ്. ഇതൊരെണ്ണം മാത്രം രക്ഷപ്പെട്ട് കിട്ടിയുള്ളൂ കേട്ടോ. ബാക്കി 2 എലികൾ കടിച്ച് നശിപ്പിച്ചു. പിന്നെ ഇത് ദേ ഹണിഡ്യൂ മെലൺ, സ്നാപ്പ് മെലൺ, കാനറി മെലൺ. ഈ മെലൺസിൻ്റെ ഒക്കെ എല്ലാം 2 തൈകൾ വീതമാണ് കേട്ടോ ഞാൻ നട്ടിരിക്കുന്നത്. പിന്നെ ഇത് കുറച്ച് ചീരത്തൈകളാണ്. ഈ 3 ഗ്രോ ബാഗ് അല്ലാതെ താഴെ 2 ഗ്രോ ബാഗിലും കൂടി നട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഇത് കുറച്ച് വെണ്ടയ്ക്കയുടെ തൈകളാണ്. ഇതെല്ലാം ഡിസംബർ 29-ാം തീയതി പാകി മുളപ്പിച്ചത് തന്നെയാണ് കേട്ടോ. എല്ലാത്തിൻ്റെ അപ്ഡേറ്റ്സ് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇത് കുക്കുംബറിൻ്റെ തൈകളാണ് കേട്ടോ. സൗഭാഗ്യ വെള്ളരി, സാലഡ് കുക്കുംബർ, സ്നോ വൈറ്റ് കുക്കുംബർ, മാർക്കറ്റ് മോർ കുക്കുംബർ, അർമേനിയൻ കുക്കുംബർ ഇതെല്ലാം ഉണ്ടായിരുന്നു. അർമേനിയൻ കുക്കുംബറിൻ്റെ തൈകളൊക്കെ എലികൾ നശിപ്പിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബേബി പടവലത്തിൻ്റെ തൈയും ഉണ്ട്. ഇത് കുറച്ച് വെണ്ടയ്ക്കയുടെ തൈകളാണ്. 24x12 സൈസ് വരുന്ന ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ബാക്കി വന്നിരിക്കുന്ന ചീരയുടെ തൈകളാണ്. 5 ഗ്രോ ബാഗിൽ ഞാൻ ഓൾറെഡി നട്ടിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും തൈകൾ ബാക്കി വന്നു കേട്ടോ. അതൊക്കെ മാറ്റി നടണം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഒരു മാസത്തെ അപ്ഡേറ്റ്. കുറച്ച് തക്കാളിയുടെയൊക്കെ ഗ്രോയിങ് സീസൺ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിലേതെങ്കിലുമൊക്കെ നട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.